Since we have learned the basics of calculation or analysis of different sets of accelerations in different links in a mechanism, അല്ലെങ്കിൽ kinematic chain, ആ ആക്സിലറേഷന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. So if we go deep into the section of acceleration analysis, we'll come across one more term related to that. It is known as Coriolis acceleration. What is Coriolis acceleration? It is basically one more component in the component, acceleration component. We already have two components. നമുക്ക് radial component already അറിയാം. പിന്നെന്താ അറിയാം? Tangential component അറിയാം. ഇതിന്റെ കൂടെ ഒരു തേർഡ് കോമ്പണന്റ് കൂടി വരുന്നതാണ് Coriolis component. Coriolis component. എന്താണ് Coriolis component എന്നുള്ളത് നമ്മൾ സിംപ്ലി ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തുകൊണ്ട് നോക്കാം. Consider this to be a link. ഒരു ലിങ്ക് OA ആണെന്ന് വിചാരിക്കുക. ഈ ലിങ്കിന്റെ ഫിക്സഡ് പോയിന്റ് O ആണ്. Next end of the link is A. So supposing this is having an angular velocity, inner angular velocity. Angular velocity ഉണ്ടെങ്കിൽ this link will be rotating about the fixed center O. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ഒന്നല്ല എന്ന് വിചാരിക്കുക. ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ലിങ്കിന്റെ മേലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിരിക്കുക. സപ്പോസ് ഇവിടെ ഒരു ഞാൻ പോയിന്റ് ബി കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ക്യാൻ ഐ സേ അബൌട്ട് ദി ആക്സിലറേഷൻ ഓഫ് പോയിന്റ് ബി ഓൺ ദിസ് ലിങ്ക്? ഈ ലിങ്കിലെ പോയിന്റ് ബിന്റെ ആക്സിലറേഷനെ പറ്റി നമുക്ക് എന്താണ് പറയുന്നത്? ആരെങ്കിലും ഒരാൾ ആൻസർ ചെയ്യും. ഹൗ മെനി കോമ്പണൻസ് വിൽ ദിസ് പോയിന്റ് ബി ഹാവ്? ഇതിന്റെ ആക്സിലറേഷൻ എത്ര കോമ്പണൻസ് ഉണ്ടാവും? എത്ര കോമ്പണൻസ് ഉണ്ടാവും? ഇവിടെ രണ്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ്. ഇപ്പം ആദ്യത്തെ ഫസ്റ്റ് 2 സെക്കൻഡിൽ 10 റീഡിങ്സ് പെർ സെക്കൻഡ് ആണെങ്കിൽ നെക്സ്റ്റ് 2 സെക്കൻഡ് ആകുമ്പോഴേക്ക് അത് 12 റീഡിങ്സ് പെർ സെക്കൻഡ് ആകുന്നെന്ന് കേൾക്കാം. കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്, സ്പീഡ് കുറയുന്നുണ്ടെന്ന് കേൾക്കാം. അങ്ങനെയാണെങ്കിൽ ഒമേഗ വേരി ചെയ്യുന്നുണ്ട് അല്ലെ? So here the magnitude of angular velocity is also changing as well as the direction of velocity is also changing. So E link, particularly if we consider this link, we can say about the acceleration of, for that matter, B and any point on this link. E link in the point A and the point B, where a points at for whatever points I locate on this link, I can say that all those points, the accelerations of all those points about the fixed point O will always have two components. Suppose that AB, total acceleration of AB in area, this is nothing but the vector sum of the resultant of what? ARB plus ATB. ഈ B എഴുതിയാൽ BO എന്ന് എഴുതാം. BO എന്ന് എഴുതി B എഴുതിയ സെയിം ആണ്. കാരണം ഫിക്സഡ് ആണ് അല്ലേ? ഇതാണ് in general we have studied about accelerations pertaining to a rotating link അല്ലെങ്കിൽ a link in motion. Now ഇതിൽ I am going to make slight changes. നമ്മൾ ഇൻവേർഷൻസ് പഠിക്കുമ്പോൾ ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം, വിറ്റ്വർത്ത് ക്യൂക്രട്ടർ മെക്കാനിസത്തിനെ പറ്റി നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ? അതിലൊക്കെയുള്ള ഒരു പെക്യുലർ ആയിട്ടുള്ള കോമ്പണന്റ് എന്തായിരുന്നു? ഒരു സ്ലോട്ടഡ് ആയിട്ടുള്ള ലിവറിന്റെ മേലെ കൂടെ ഒരു സ്ലൈഡർ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. കൺസിഡർ ദിസ് particular link to be an example from that.
ഇവിടെ OA is one link and on this link I have another component അല്ലെങ്കിൽ ഒരു ലിങ്ക് അഡീഷണൽ ആയിട്ട് ഞാൻ വെക്കുന്നു B ഒരു സ്ലൈഡർ ആണെന്ന് വിചാരിക്കുക. B സ്ലൈഡർ ആണെങ്കിൽ ബിന്റെ മൂവ്മെന്റ് എപ്പോഴും എങ്ങനെയാണ്? ഓൺ ദിസ് ലിങ്ക് ആണ് അല്ലെ? ടു ആൻഡ് ഫ്രോ മോഷൻ, ഇതിന്റെ മേലെ കൂടിയുള്ള ട്രാൻസ്ലേറ്ററി മോഷൻ ആണ് ബി ഉണ്ടാവുക. കറക്റ്റ് അല്ലേ? Now, simultaneously when B is translating over the link AO, OA, let OA also have an angular velocity omega. Or angular velocity under there. This is already a link which is having a rotatory motion. This is a rotatory motion. Now, on the rotating link, you have another body, and additional link B fixed. This B is rotating B ഇങ്ങനെ ഇതിന്റെ മേലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഓക്കെ. ഈ ഒരു കണ്ടീഷനിൽ സപ്പോസ് ഇഫ് ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ബി അബൌട്ട് ദ ഫിക്സഡ് പോയിന്റ് O, ചെറിയൊരു ഡിഫറൻസ് വരും. കാരണം പ്രീവിയസ് കേസിൽ ഞാൻ ബി എന്ന് പറഞ്ഞ പോയിന്റ് പ്രീവിയസ് കേസിൽ മാർക്ക് ചെയ്യുന്നു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ബി ആൻഡ് O വാസ് ഫിക്സഡ്. Even though the link is rotating, B and O ന്റെ ഡിസ്റ്റൻസ് മാറുന്നേ ഉണ്ടായിട്ടില്ല. കാരണം this was a rigid link അല്ലേ? ആ റിജിഡ് ലിങ്കിലെ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് മാത്രമായിരുന്നു B. So the distance between that point B and O was never changing. It remains a constant always. ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് മാറുന്നില്ല. But in this new scenario, what is happening? The point B, ഇപ്പൊ B എന്ന് പറഞ്ഞ സ്ലൈഡറിന്റെ മേലെ ഒരു പോയിന്റ് ആയിട്ട് വെക്കുക. When the link OA rotates, B slides over the link OA. That means B യും ഫിക്സഡ് പോയിന്റ് ഓയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഒരു പോയിന്റ് ഇപ്പൊ ഇവിടെയാണ് ബിന്റെ ലൊക്കേഷൻ. ഇത് കുറച്ച് ഇങ്ങോട്ട് ടേൺ ചെയ്തിട്ടാകുമ്പോൾ ബി കുറച്ച് താഴോട്ട് വരും, കുറച്ച് ഇങ്ങോട്ട് ടേൺ ചെയ്തിട്ടാകുമ്പോൾ ബി പിന്നെയും താഴോട്ട് വരും. കാരണം ഇത് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് O കീപ്സ് ഓൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഓക്കെ. ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ OA എന്ന് പറഞ്ഞ ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഇതിനും റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട് ഇല്ലേ? പഴയ ആ കൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക. നമ്മൾ ട്രെയിനിലാണ് ഇരിക്കുന്നത്, ട്രെയിൻ എർത്തിന്റെ മേലെ കൂടെ മൂവ് ചെയ്യുന്നു. സോ ഇന്റേൺ നമ്മളെന്താ ചെയ്യുന്നത്? മൂവ് ചെയ്യുന്ന ട്രെയിനിന്റെ കൂടെ നമ്മളും മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? റിലേറ്റീവ് അബ്സല്യൂട്ട് വെലോസിറ്റിനെ പറ്റി ഞാൻ പറഞ്ഞ കേസ് പോലെ. ഈവൻ ദോ OA ഈസ് റൊട്ടേറ്റിംഗ്, B അതിന്റെ മേലെ സ്ലൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും B ഈസ് ഓൾസോ ഹാവിംഗ് എ റൊട്ടേറ്ററി മോഷൻ അല്ലെ? സ്ലൈഡിങ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്ററി മോഷൻ സംഭവിക്കുന്നുണ്ട് ഇല്ലേ? Okay, so ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫിക്സഡ് പോയിന്റ് O ആൻഡ് സ്ലൈഡർ B അല്ലെങ്കിൽ പോയിന്റ് ഓൺ ദ സ്ലൈഡർ B കീപ്സ് ഓൺ ചേഞ്ചിങ്. ഇങ്ങനത്തെ സിനാരിയോ വരുമ്പോൾ ഇഫ് ഐ ഹാവ് ടു കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് പോയിന്റ് അബൌട്ട് O, എനിക്കൊരു തേർഡ് കോമ്പണന്റ് കൂടി ഇവിടെ ഉണ്ടാവും ആക്സിലറേഷന്റെ. ആ കോമ്പണന്റ് പേരാണ് കൊറിയോളിസ് ആക്സിലറേഷൻ. കൊറിയോളിസ് ആക്സിലറേഷൻ നമ്മൾ ACCBO എന്ന് ഡിനോട്ട് ചെയ്യും. ചില ടെക്സ്റ്റ് ബുക്കിൽ ആക്സിലറേഷൻസ് മുഴുവൻ F എന്നുള്ള ആൽഫബറ്റിലും തരാറുണ്ട്. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം AR FR എന്ന് എഴുതും, AT FT എന്ന് എഴുതും, AC FCC എന്ന് എഴുതും. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾ A യൂസ് ചെയ്യുക, B യൂസ് ചെയ്യുക, F യൂസ് ചെയ്താലും കുഴപ്പമില്ല. ബട്ട് ഓൺലി തിങ് ഈസ് യു ഷുഡ് മെൻഷൻ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ അത് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ this term is known as acceleration, Coriolis acceleration component. So, here case, if you want to calculate, when we calculate or analyze the acceleration of point B about O, it is completed by the resultant of vector sum of three components of acceleration: radial component, tangential component, and Coriolis component. മനസ്സിലാകുന്നുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് 5 മാർക്സിന്റെ ഒരു ന്യൂമറിക്കൽ സ്റ്റേറ്റ് കോമ്പണന്റ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്നലെ വരെ ചെയ്ത ആക്സിലറേഷൻ അനാലിസിസിൽ ഒരു 4 ബാർ മെക്കാനിസം കൺസിഡർ ചെയ്തു, ഒരു സ്ലൈഡർ ട്രാങ്ക് കൺസിഡർ ചെയ്തു. ആ സ്ലൈഡർ ട്രാങ്ക് ഏതെങ്കിലും ഒരു ലിങ്കിന്റെ മേലെ ഇതേപോലെ സ്ലൈഡർ കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പ്രോബ്ലം ചേഞ്ചസ് ഇൻ ടു കൊറിയോളിസ് ആക്സിലറേഷൻ പ്രോബ്ലം. ആ സമയത്ത് ആ ന്യൂമറിക്കലിന്റെ കോംപ്ലക്സിറ്റി കുറച്ചും കൂടി കൂടും. അഡീഷണൽ ആയിട്ട് 2-3 സ്റ്റെപ്പും കൂടി നിങ്ങൾ അതിൽ ചെയ്യണം ആൻസറിലേക്ക് എത്താൻ വേണ്ടി. സോ കൊറിയോളിസ് കോമ്പണന്റിന്റെ ഒരു
കണ്ടന്റും കൂടി ഇഫ് ദ ന്യൂമറിക്കൽ ഹാസ് ദ പ്രോബ്ലം എക്സ്പാൻസ് ഇറ്റ്സെൽഫ്, കുറച്ചും കൂടി വലുതാവും, സോ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും ന്യൂമറിക്കൽ. സോ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നുള്ളത് വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. വെലോസിറ്റി ആക്സിലറേഷൻ അനാലിസിന്റെ ന്യൂമറിക്കലിൽ KTU ഇതുവരെ കൊറിയോളിസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ന്യൂമറിക്കൽ ചോദിച്ചില്ല. കൊറിയോളിസ് കോമ്പണന്റ് മാത്രം ഉപയോഗിച്ചിട്ടില്ല. സെപ്പറേറ്റ് ഒരു 5 മാർക്ക് ക്വസ്റ്റൻ ആണ് യൂണിവേഴ്സിറ്റി KTU ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ബട്ട് ഈ കൊറിയോളിസിന്റെ കൺസെപ്റ്റും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള വെലോസിറ്റി ആക്സിലറേഷൻ ചെയ്യുന്ന ന്യൂമറിക്കൽ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ആ കോംപ്ലിക്കേറ്റഡ് ന്യൂമറിക്കൽ സോൾവ് ചെയ്യേണ്ടി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് കൊറിയോളിസ് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ കംപ്ലീറ്റ്ലി. വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ആരും SMS അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബോർഡ് ക്ലിയർ ഇല്ല? So now, how will we calculate the Coriolis component of acceleration? Acceleration എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിൽ വെക്ടർ വാല്യൂ ആണ്. So any vector quantity should possess magnitude as well as direction. മറക്കരുത്, റേഡിയൽ കോമ്പണന്റിനും ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ആലോചിക്കുക, നമ്മൾ ആക്സിലറേഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആ വെക്ടർ വരക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് ഇമ്പോർട്ടന്റ് ആണ്. ടാൻജൻഷ്യൽ കോമ്പണന്റിനും ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. Similarly, Coriolis acceleration will also have what? Both magnitude and acceleration. Let's learn about how to calculate the magnitude of Coriolis component. Same example ഒന്നും കൂടി നോക്കാം. Slider ഉണ്ട്, sorry, ഒരു rotating link ഉണ്ട്. It is rotating about O. You have another endpoint A, and on the rotating link, a slider is being fixed. In another slider കൂടി. ഈ റൊട്ടേഷൻ ഇതിനൊരു ആംഗുലർ റൊട്ടേഷൻ ആണ്. An angular rotation. Omega എന്ന angular velocity ഈ ലിങ്ക് as a rotating. After a time interval of dt seconds. dt seconds എന്ന് പറഞ്ഞ ടൈം ഇന്റർവെൽ ഇതിന്റെ പൊസിഷൻ ചെയ്യും. ഇതിന്റെ ന്യൂ പൊസിഷൻ ഒരു ന്യൂ പൊസിഷൻ A ഡാഷ് ആയിട്ട് മാർക്ക് ചെയ്യും. അതായത് ഇത് റൊട്ടേറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ dt സെക്കൻഡ്സ് കഴിയുമ്പോൾ എന്താ പുതിയ പൊസിഷൻ A ഡാഷിലേക്ക് എത്തും. ഈ A ഡാഷിലേക്ക് എത്തുന്ന സമയത്ത് ഈ സ്ലൈഡർ എന്താ സംഭവിക്കുക? സ്ലൈഡർ മൂവ് ചെയ്യുന്നുണ്ടാവും. ഈ സ്ലൈഡറിന്റെ മോഷൻ നമുക്ക് 2-3, അതായത് ദിസ് ബി ദ ഫൈനൽ പൊസിഷൻ ഓഫ് സ്ലൈഡർ. സ്ലൈഡറിന്റെ ഫൈനൽ പൊസിഷൻ എത്തിയെന്ന് വിചാരിക്കും. ഓക്കെ, ഈ അതായത് ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ് ചെയ്യുമ്പോൾ ഇത് ലേശം മേലോട്ട് പോകും. അങ്ങനെ പോയി ഫൈനൽ A ഡാഷിലേക്ക് എത്തുമ്പോൾ ഇത് ഈ ഒരു ലെവലിലേക്ക് മാറും. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ പൊസിഷൻ ഓഫ് ബി, ലെറ്റ് us split that into different stages. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റേജസ് ഇത് ഇവിടുന്ന് സപ്പോസ് ഇതിന്റെ ഫൈനൽ പൊസിഷൻ ഇതിൽ മാറി ഞാൻ C എന്ന് ഇതിനെ മാറി ഇത് ആദ്യം ഇങ്ങോട്ടേക്ക് പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഇത് ഇതിന്റെ ഫൈനൽ ട്രജക്ടറി ആണ്. ഓക്കെ, ഈ ഡിയിൽ നിന്ന് ഇതിന് ഇങ്ങോട്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് E എടുക്കുക, and the final position that will be F. എന്തിനാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഹാവ് ഐ ഡൺ? ഞാൻ ഈ ലിങ്കിനെ റൊട്ടേറ്റ് ചെയ്തു. ലിങ്കിന്റെ ഇനീഷ്യൽ പൊസിഷൻ OA ആണ്, ഫൈനൽ പൊസിഷൻ OA ഡാഷ് ആണ്. On the rotating link, you have a slider B. Initial portion of B is shown in the first portion of the figure. Final portion of B, F എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തും. എത്തുന്നതിന്റെ ടൈം എന്ന് പറയുന്നത് dt സെക്കൻഡ്സ് ആണ്.
ആൻഡ് വൺ മോർ തിങ് ദാറ്റ് ദിസ് ഇൻക്ലിനേഷൻ, ഈ ഇൻക്ലിനേഷൻ ഉണ്ടല്ലോ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഈ ആംഗിൾ നമുക്ക് ഡി തീറ്റ എന്ന് വിചാരിക്കാം. ദാറ്റ് ആംഗിൾ ഫോർ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, ഡി തീറ്റ. സോ നമ്മൾ ഈ കൺസെപ്റ്റിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടാണ് എഴുതുന്നത്. ഡി ടി എന്ന ടൈം ഇന്റർവെൽ ഡി തീറ്റ എന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇത് കവർ ചെയ്യും. ഇതില് ഈ ട്രാൻസ്ഫർമേഷൻ ഓഫ് പൊസിഷൻ ഓഫ് ബി ടു എഫ് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം. ബിയിൽ നിന്ന് ഡിയിലേക്ക് ഇത് എത്തുന്നുണ്ടെന്ന് വിചാരിക്കും. ഈ ഒരു പൊസിഷൻ ഇത് അറ്റൈൻ ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്നത് ദിസ് ഈസ് ഹാപ്പനിങ് ഓൺലി ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ ലിങ്ക്. ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ബിയും റൊട്ടേറ്റ് ചെയ്യും. സോ പൊസിഷൻ ബി ടു ഡി എത്തുന്നത് എന്താണ്? ഓൺലി ബൈ വെർച്യൂ ഓഫ് ഒമേഗ. ബിയിൽ നിന്ന് സ്ലൈഡർ ഡിയിലേക്ക് എത്തുന്നത് ഓൺലി ഡ്യൂ ടു ദി ആംഗുലാർ വെലോസിറ്റി, അല്ലെങ്കിൽ റൊട്ടേഷന്റെ ആംഗുലാർ വെലോസിറ്റി. ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അതേസമയം ഈ താഴെ നിന്ന് മേലേക്കും പോകുന്നുണ്ട് അല്ലെ, അതിനാണ് ഞാൻ ഡിയിൽ നിന്ന് ഇ എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഒരു എറർ ഈ പൊസിഷൻ കാണിച്ചത്. ഡിയിൽ നിന്ന് ഇയിലേക്ക് പോകാനുള്ള റീസൺ എന്തുകൊണ്ടാണ്? സ്ലൈഡർ changing the position from D to E. It is only happening because B ഒരു സ്ലൈഡർ ആണ്. സോ ബി സ്ലൈഡർ ആണെങ്കിൽ സ്ലൈഡ് ചെയ്യുന്നതിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റിനെ ഞാൻ ഇവിടെ സ്മോൾ ലെറ്റർ ബി ആയിട്ട് കാണിക്കുന്നു. The velocity of B, linear velocity of B എന്ന് പറഞ്ഞ സ്ലൈഡറിലേക്ക് ബി വി. സോ പൊസിഷൻ ഡിയിൽ നിന്ന് ഇയിലേക്ക്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു വാട്ട്? ഇറ്റ്സ് ലീനിയർ വെലോസിറ്റി വി അല്ലേ. ബട്ട് ഫൈനൽ പൊസിഷൻ ഈ ഒരു എഫിലേക്ക് എത്തുന്നുണ്ട്. ഇയിൽ നിന്ന് എഫിലേക്ക് എത്തുന്നത് എന്ന് കൺസെപ്റ്റ് ആണ്. ഇയിൽ നിന്ന് എഫിലേക്ക് എത്തുന്നത് കാരണം ഫൈനലായിട്ടുള്ള പൊസിഷനിലേക്ക് എത്തണ്ടേ. ഈ ഒരു ഫൈനൽ പുഷ് അല്ലെങ്കിൽ ഇത് കിട്ടുന്നത് ഓൺലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കൊറിയോളിസ് കോമ്പണന്റ്. ആക്സിലറേഷന്റെ കൊറിയോളിസ് കോമ്പണന്റ് പ്രസന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഫൈനൽ പുഷ് ലഭിക്കുന്നത്. മനസ്സിലാകുമ്പോൾ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത് ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഞാനിവിടെ വരച്ചത് ഇവിടെ എഴുതിയത് മനസ്സിലായിട്ടുണ്ടോ? Sure. See, is the rotating link. Distance. ഏതാ? D to E ഉള്ള ഡിസ്റ്റൻസ്. ഏതാ? ഈ D to E ഉള്ള ഡിസ്റ്റൻസ് ഇല്ല, അതന്നെയാണ് C ഉള്ള ഡിസ്റ്റൻസ്. CE ലോ? ഇല്ല, ഈ D to E എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ഞാൻ ഇതിനാ ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയാണ്, ബി ആണ്. ഈ ലിങ്ക് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇതിന്റെ മേലേക്ക് കൂടെ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ലിങ്കിന്റെ ഫൈനൽ പൊസിഷൻ എ ഡാഷിൽ എത്തുമ്പോൾ ബിന്റെ ഫൈനൽ പൊസിഷൻ മുകളിലേക്ക് എത്തും, എഫ്. സോ ഇത് ആക്ച്വലി ട്രാൻസ്ഫോം ചെയ്യുന്നല്ലേ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ലിങ്കിന്റെ ഇവിടെ സ്ലൈഡർ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. സോ ഈ ഫൈനൽ പൊസിഷൻ എത്തുമ്പോൾ സ്ലൈഡർ ഇവിടെ എത്തുന്നുണ്ട് അല്ലെ, ഇവിടുന്ന് ഇവിടെ എത്തും. സി ലിങ്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്താൽ ലിങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ലിങ്കിന്റെ വരെ ഞാനൊരു സ്ലൈഡർ വെച്ചിട്ടുണ്ട്. സോ ലിങ്ക് അനങ്ങാണ്ട് വെച്ച് സ്ലൈഡർ മാത്രം നോക്കിയ സ്ലൈഡറിന്റെ മൂവ്മെന്റ് ഇങ്ങനെയാണ് അല്ലെ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ സംഭവിക്കുക, സി ഇനീഷ്യൽ പൊസിഷൻ ഈ വരച്ച ഫിഗർ സ്ലൈഡർ ഇതാണ്, ഇവിടെയുണ്ട്, ലിങ്ക് ഇതാണ്, ഇങ്ങനെയാണ്. ഇതിങ്ങനെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ ഈ ലിങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ലൈഡർ ഈ പൊസിഷന്റെ മേലേക്ക് ഇങ്ങനെ വരും. സോ ഫൈനൽ പൊസിഷൻ ഇവിടെ എത്തുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? സ്ലൈഡർ ഇവിടെ എത്തും. ഇതാണ് എഫ് എന്ന് പറഞ്ഞ പൊസിഷൻ, ഇതായിരുന്നു ബി എന്ന് പറഞ്ഞ പൊസിഷൻ. സോ ഈ ട്രാൻസ്ഫർമേഷൻ, ഇതിന്റെ പൊസിഷൻ ഇവിടെ എത്തുന്ന ട്രാൻസ്ഫർമേഷൻ ഞാൻ മൂന്നായി സ്പ്ലിറ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ആ സ്പ്ലിറ്റ് ചെയ്തതിന് ഞാൻ ബൈ വെർച്യൂ ഓഫ് വെലോസിറ്റി എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഡിഫറൻസ് വരുന്നത് എന്നാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത്. അതായത് ഇപ്പൊ ഈ പൊസിഷൻ ബിയിൽ നിന്ന് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ലിങ്കിന്റെ കൂടെ ഇതിന്റെ പൊസിഷൻ മാറുന്നുണ്ടല്ലോ ഇല്ലേ. ഈ പൊസിഷൻ മാറ്റാണ് ഞാൻ ബി ടു ഡിനെ കൊണ്ട് ഇംപ്ലൈ ചെയ്തത്. ആ പൊസിഷൻ ഇങ്ങനെ ആംഗുലർ ആയിട്ട് അതിന്റെ പൊസിഷൻ മാറാനുള്ള റീസൺ എന്തുകൊണ്ടാണ്? ലിങ്ക് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ലിങ്കിന്റെ ആംഗുലർ വെലോസിറ്റിക്ക് അനുസരിച്ചാണ് ഇതിന്റെ ആംഗുലർ പൊസിഷൻ മാറുന്നതിന്റെ ഒരു കാരണം. രണ്ടാമത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഇവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടല്ലോ, ഇത് താഴെ നിന്ന് മേലേക്ക് വരുന്നു, താഴെ നിന്ന് മേലേക്ക് ഇത് പോകുന്നുണ്ട് ലിങ്കിന്റെ. അതാണ് ഞാൻ ഡി ടു ഇനെ കൊണ്ട് സിഗ്നിഫൈ ചെയ്യുന്നത്. അങ്ങനെ പോകാനുള്ള കാരണം ഇതിന്റെ ആംഗുലർ വെലോസിറ്റി കൊണ്ടല്ല, സ്ലൈഡർ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ലീനിയർ വെലോസിറ്റി ഈ കൊണ്ടാണ് ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ രണ്ടാമത് കാണിച്ചത്.
ക്ലിയർ ആകുന്നുണ്ടോ? Yes, sir. ഓക്കെ. Yes, sir. ബട്ട് ഫൈനലായിട്ട് പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഒമേഗയും വിയും മാത്രം പോരെ. ഒരു ഫൈനൽ പുഷും കൂടി വേണം. ഒരു അഡീഷണൽ കോമ്പണന്റ് കൂടി അവിടെ വരുന്നത്. ദാറ്റ് അഡീഷണൽ കോമ്പണന്റിനെയാണ് നമ്മൾ കോറിയോളിസ് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ കാണിക്കുന്നത്. ആ ഒരു അഡീഷണൽ ലെങ്ത് ഡിസ്റ്റൻസ് ഞാൻ ഇ എഫ് എന്ന് ഡിനോട്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ ഫൈൻ. സോ ഇത് 3 സ്പ്ലിറ്റ് അപ്പ് ആണ് ഇത്. നമ്മൾ എന്താ ചെയ്തോണ്ടിരുന്നത്? വി ആർ അനലൈസിംഗ് ദി കോറിയോളിസ് കോമ്പണന്റ്. അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ അനലൈസ് ചെയ്യണം. സപ്പോസ് ഇപ്പൊ ഈ ഫിഗർ ഇങ്ങനെയുണ്ട്. ഇതിന് ഞാൻ ജസ്റ്റ് ഒരു ജോമെട്രിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ആർക്ക് സി എഫ്, ഇതാണ് ആർക്ക് സി എഫ്. ഈ ആർക്ക് സി എഫ് നമുക്ക് എങ്ങനെ എഴുതാം? ആർക്ക് സിഇ, ആർക്ക് സി എഫ് അല്ല, ആർക്ക് ഇ എഫ്. ഇ എഫ് ആണ് നമ്മളെ കൊറിയോളിസ് കോമ്പണന്റ് ഡിനോട്ട് ചെയ്യുന്ന ജോമെട്രിക്കൽ ആർക്ക്. ആർക്ക് ഇ എഫിന് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ആർക്ക് സി എഫ് മൈനസ് ആർക്ക് സിഇ. എഴുതിക്കൂടെ? എഴുതിക്കൂടെ? ഇ എഫ് ഈസ് ഈക്വൽ ടു സി എഫ് മൈനസ് സി എന്ന് എഴുതാം അല്ലെ? സി എഫിന് ഈ ടോട്ടൽ ആർക്ക്, ഈ റേഡിയൽ ലെങ്ത് ഓഫ് ആർക്ക് സി എഫിന് എനിക്ക് എങ്ങനെ എഴുതാം? ആർക്ക് ലെങ്ത് നമ്മൾ എങ്ങനെ വിളിച്ചിട്ടുണ്ട്? റേഡിയസ് മൾട്ടിപ്ലൈഡ് ബൈ ആംഗിൾ എന്ന് വിളിച്ചിട്ടുണ്ട് ഇല്ലേ? സി എഫ് ഈസ് നത്തിങ് ബട്ട് റേഡിയസ് എന്താ? ഒ സി മൾട്ടിപ്ലൈഡ് ബൈ ആംഗിൾ കവേർഡ് ഡി തീറ്റ ആണ്. ഇതിനെങ്ങനെ എഴുതാൻ? ഒ സി മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ എന്ന് എഴുതാം. എഴുതിക്കൂടെ? മൈനസ് വാട്ട് ഈസ് സിഇ? സി ഈസ് നത്തിങ് ബട്ട് ബി ഡി ആണ്. സിന്റെ ആർക്ക് ലെങ്ത്തും ബി ഡിന്റെ ആർക്ക് ലെങ്ത്തും സെയിം ആണ് അല്ലേ? അല്ലേ? സിന്റെ ആർക്ക് ലെങ്ത്തും ബി ഡിന്റെ ആർക്ക് ലെങ്ത്തും സെയിം ആണ്. സോ സിക്ക് പകരം നമുക്ക് ബി ഡി എന്ന് എഴുതാം. സോ ബി ഡി എന്ന് എഴുതിയാൽ ബി ഡി എങ്ങനെ എഴുതാം? റേഡിയസ് ഒ ബി മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ എന്ന് എഴുതിക്കൂടെ? Yes, sir. മൈനസ് ഒ ബി ഡി തീറ്റ എന്ന് എഴുതാം ഇല്ലേ? ബിക്കോസ് സി ക്യാൻ ബി ഇക്വേറ്റഡ് ടു ബി ഡി, ആർക്ക് ബി ഡി ഓൾസോ. സിനെ നമുക്ക് ആർക്ക് ബി ഡി ആയിട്ട് എഴുതാം. സോ ബി ഡി എന്ന് പറഞ്ഞാൽ റേഡിയസ് ഒ ബി മൾട്ടിപ്ലൈഡ് ബൈ ആംഗിൾ കവേർഡ് ഡി തീറ്റ. ഡി തീറ്റ കോമൺ ആയിട്ട് എടുക്കുന്നു. ദിസ് ഈസ് ഒ സി മൈനസ് ഒ ബി മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ അല്ലേ? ഒ സി മൈനസ് ഒ ബി മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ. ഒ സി മൈനസ് ഒ ബി, റിമൈനിങ് എന്താ? ബി സി ആണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും പോയാ? Yes, sir. ഒ സി മൈനസ് ഒ ബി ആണ്. ഒ സി മൈനസ് ഒ ബി ബി സി. ബി സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഡി തന്നെയാണ്. ലെങ്ത് ഓഫ് ബി സി ക്യാൻ ബി ഇക്വേറ്റഡ് ടു ലെങ്ത് ഓഫ് ഡി ഇല്ലേ? ഇക്വേറ്റ് ചെയ്തൂടെ? ഇതിനെ അൾട്ടിമേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ആർക്ക് ഇ എഫ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഡി ഇ മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ. എഴുതിക്കൂടെ? ആർക്ക് ഇ എഫ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഡി ഇ മൾട്ടിപ്ലൈഡ് ബൈ ആംഗിൾ ഡി തീറ്റ. എഴുതിക്കൂടെ? Yes, sir. Let this be equation number 1. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നോട്ട് ചെയ്യും. എല്ലാവരും നോട്ട് ചെയ്യും. നോട്ട് ചെയ്യുന്നുണ്ടോ? Yes, sir.
വായിക്കട്ടെ. ഒരു മിനിറ്റ്. വായിക്കട്ടെ. Okay. So EF equal to DE d theta. Now, what is DE actually? D എന്താണ്? D എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അല്ലെ. ഞാൻ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ലേഷനെയാണ് D നെ കൊണ്ട് ഇവിടെ കാണിച്ചത് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സ്പീഡ് ഇൻടു ടൈം അല്ലേ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം അല്ലേ. DE എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഒക്കർ ചെയ്യുന്നതുകൊണ്ടാ സ്ലൈഡറിലുള്ള ലീനിയർ വെലോസിറ്റി V ആണ് അതിന്റെ കാരണം. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? V multiplied by time എത്രയാണ് dt. ഇങ്ങനെ എഴുതിക്കൂടെ? സ്പീഡ് ഇൻടു ടൈം V dt. Look into d theta. What is d theta actually? d theta is the linear displacement ആണെങ്കിൽ d theta angular displacement ആണ് അല്ലേ? Okay. ആ angular displacement ഇതേ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? v ക്ക് പകരം ഒമേഗ എഴുതാം. ഒമേഗ into dt. ഇങ്ങനെ എഴുതിക്കൂടെ? So നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്പർ 1 നെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? REF can be rearranged as what was REF? d into d theta. d is v dt d theta omega dt. So ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? v omega dt സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതിക്കൂടെ? Let us see equation number 2 ആയിക്കോട്ടെ. നോട്ട് നോട്ട് ചെയ്തോ? So equation number 2 മനസ്സിലാക്കുക. What was equation number 2? v omega dt square. ഇതാണ് നമ്മുടെ equation number 2. നമ്മൾ പഴയ ഇക്വേഷൻ ഓഫ് മോഷൻസ് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആലോചിച്ചു. നമ്മൾ h is equal to ut plus half at square എന്ന് പഠിച്ചു ഓർമ്മിക്കാം. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക്. is equal to 2as is equal to ut plus half at square അങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ടായിരുന്നില്ല. അതിലൊരു ഇക്വേഷൻ h is equal to ut plus half at. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് is equal to initial velocity u initial velocity ആണ് multiplied by time plus half into a acceleration ആണ് into time square അല്ലേ? Yes sir. Okay. If you concentrate on EF എന്താണ്? ആക്ച്വലി EF ആണ് ഇതിന്റെ ലാസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്.
ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി സോ ദാറ്റ് ഇറ്റ് ഷുഡ് റീച്ച് പൊസിഷൻ എഫ്. ആ ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് ഇ എഫിലാണ് വരുന്നത് അല്ലെ. അതാണ് നമ്മൾ നേരത്തെ ഇ എഫിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇക്വേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ എച്ചിന് പകരം നടക്കുന്ന എഴുതാം ഇവിടെ ഇ എഫ്. സപ്പോസ് ഐ ആം റീഅറേഞ്ച് ദിസ് വൺ അക്കോർഡിംഗ് ടു ഇ എഫ്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഇ എഫ് ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ 0 ആണ്. കാരണം ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് നിന്നാണ് എഫിലേക്ക് എത്തുന്നത് അല്ലെ. ഈ ടേം എന്താവും 0 ആയി മാറും. പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണ് നമ്മൾ കൊറിയോളിസ് കോമ്പണന്റിനോട് കാണിച്ചത് ACC അല്ലെ. And all these things are happening within the time frame of dt seconds. So t = dt square. ഇങ്ങനെ എഴുതി കൂടെ നമുക്ക്. So ഇതിനെ all together നമുക്ക് എഴുതാം. EF can be written as half ACC, which is Coriolis component, multiplied by dt square. ഇങ്ങനെ എഴുതാലോ. Let this be equation number 3. Clear ആണോ ഈ എക്സ്പ്ലെയിൻ ചെയ്ത്? ഇത് ഫണ്ടമെന്റൽ ഇക്വേഷൻ ഓഫ് മോഷന്റെ ആണ്. h is equal to ut plus half at square. അതിൽ h എന്ന് പറഞ്ഞാൽ this is our final displacement. EF ന് corresponding ആയിട്ട് എഴുതി. ut u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. See, it is starting from rest. ഈ ഒരു പൊസിഷൻ ആണ് ഇതിന്റെ ഇനീഷ്യൽ പൊസിഷൻ. സോ ഇനീഷ്യൽ പൊസിഷനിലെ സ്ലൈഡർ എവിടെയാണ്? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനീഷ്യൽ പൊസിഷൻ. സോ ഫസ്റ്റ് മൂവ്മെന്റ് ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി 0. ഇനി ഈ EF ഈ ഫൈനൽ പൊസിഷൻ ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ അവിടെ ഉണ്ടാകുന്ന കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ആണ് നമ്മൾ കൊറിയോളിസ് കോമ്പണന്റ്. സോ ഈ ആക്സിലറേഷൻ ഓവർ ഞാൻ കൊറിയോളിസ് കോമ്പണന്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യും. ആൻഡ് ടി ടൈം എത്രയാണ്? നമ്മൾ ഈ പ്രോസസ് മൊത്തം ഇറ്റ് ഈസ് ഹാപ്പനിങ് വിത്തിൻ എ ടൈം ഓഫ് dt ആണ്. dt സെക്കൻഡ്. സോ dt സ്ക്വയർ ആയിട്ട് നോട്ട് ചെയ്തോ ഇത്. ഇക്വേഷൻ 2 ഇതായിരുന്നു, ഇക്വേഷൻ 3 ഇതായിരുന്നു. കമ്പയർ ഇക്വേഷൻ 2 ആൻഡ് 3. എന്താണ് രണ്ടിന്റെയും LHS ചെയ്യുന്നില്ല, EF അല്ല. സോ v omega dt square is equal to what? 1/2 ACC dt square. അല്ലേ? Comparing equation 2 and 3. dt square cancel ആയി. So finally നമുക്ക് വേണ്ടത് ACC ആണ്. is equal to what? 2 omega. This is our final equation. Noting. നോട്ട് ചെയ്താ? സോ ഇപ്പൊ എഴുതിയ എന്താണ്? ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൊറിയോളിസ് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ അല്ലേ. കൊറിയോളിസ് കോമ്പണന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വാല്യൂ. ഇത്രയാണോ ന്യൂമറിക്കൽ വാല്യൂ? അതാണ് ഈ ഇക്വേഷൻ ഒന്നും കൂടി നോക്കിയാൽ ആലോചിച്ച്. See, this Coriolis component of acceleration is dependent upon v and omega. ഇതിൽ what was v എന്തായിരുന്നു? What is v here? Linear velocity of slider. Slider velocity. And what is omega? Angular velocity of Angular velocity of link over A. Angular velocity of the link. അല്ലേ? റൊട്ടേറ്റിംഗ് ലിങ്കിന്റെ ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ. സ്ലൈഡറിന്റെ ലീനിയർ വെലോസിറ്റി ആണ്.
സോ ഈ രണ്ട് കോമ്പണന്റ്, അതായത് മീറ്റർ പെർ സെക്കൻഡ് കോമ്പണന്റ്, റേഡിയൻസ് പെർ സെക്കൻഡ് കോമ്പണന്റ്, രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കൊറിയോളിസ് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ. സോ മാഗ്നിറ്റ്യൂഡ് ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ ഡെഫിനറ്റ്ലി the direction of Coriolis component should also be dependent upon both direction of linear velocity as well as direction of angular velocity. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. സോ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ക്ലിയർ ആണോ നിങ്ങൾക്ക്? Yes, sir. അങ്ങനെയാണെങ്കിൽ സി ആക്സിലറേഷൻ അഗൈൻ എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ വെക്റ്റർ ക്വാണ്ടിറ്റീസ് വിൽ പൊസസ് ഓൾവേസ് മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ. ഇത് ക്ലിയർ ആണെങ്കിൽ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? ലെറ്റ് us get into finding out the direction of Coriolis component of acceleration. നേരത്തെ വരച്ച ലിങ്കിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇത്. ലെറ്റ് ദിസ് ബി ദ ലിങ്ക് OA upon which slider B is sliding. സെയിം അതിന്റെ രണ്ട് സെക്ഷൻ കാണിച്ചു തരുന്നത്. ഇനീഷ്യലി ഈ ലിങ്കിന്റെ ലിങ്ക് ഉണ്ട്. ലിങ്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് അല്ല, ഈ ബോഡി ഫിക്സ്ഡ് ആണ്. O എന്ന് പറഞ്ഞ പോയിന്റ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, നൗ ലെറ്റ് ദിസ് ഹാവ് an anti-clockwise rotation. ഇതിനൊരു ആന്റി ക്ലോക്ക് റൊട്ടേഷൻ ആണ്. ഇതിനൊരു ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഉണ്ട്. ഈ സ്ലൈഡർ B is having a linear velocity which is towards north, അല്ലെങ്കിൽ മേലേക്കുള്ള ലീനിയർ വെലോസിറ്റി. മനസ്സിലായോ? അതായത് റൊട്ടേറ്റിംഗ് ലിങ്ക് ഈസ് പൊസസിങ് an angular velocity in the counter clockwise direction while the slider B is moving upwards. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ കോമ്പണന്റ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാല് ഈ വെലോസിറ്റി വെക്ടർ, അതായത് ഇതിന്റെ ലീനിയർ വെലോസിറ്റി ഇങ്ങനെയാണ്, ഇതിന്റെ ആംഗുലർ വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ കൊറിയോളിസ് കോമ്പണന്റിന്റെ ഡയറക്ഷൻ എടുക്കുന്ന ഒറ്റ ഉള്ളൂ. അതായത് കൊറിയോളിസ് കൊറിയോളിസ് ആക്സിലറേഷന്റെ കൊറിയോളിസ് കോമ്പണന്റിന്റെ വെക്ടർ ഈ ലീനിയർ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ലീനിയർ വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ കൊറിയോളിസ് കോമ്പണന്റ് ഓൾവേസ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ലീനിയർ വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ. ലീനിയർ വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ ആ ലീനിയർ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും കൊറിയോളിസ് കോമ്പണന്റ് ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇത് ഈ കൊറിയോളിസ് കോമ്പണന്റ് ആക്സിലറേഷൻ ഈ സൈഡിലേക്കാണോ ആ സൈഡിലേക്കാണോ നിശ്ചയിക്കുന്നത്? ആംഗുലർ വെലോസിറ്റിയുടെ റൊട്ടേഷൻ. ദാറ്റ് മീൻസ് ഇഫ് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊറിയോളിസ് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ഇത്രയും ചെയ്യുന്നു. ലീനിയർ വെലോസിറ്റിന്റെ വെക്ടർ എങ്ങോട്ടാണ്? അതിന് ആന്റി ക്ലോക്ക് വൈസ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. സോ ഇതിനെ ആന്റി ക്ലോക്ക് വൈസ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ലെ? ദാറ്റ് മീൻസ് കൊറിയോളിസ് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷന്റെ വെക്ടർ ഈ കേസിൽ ഇങ്ങനെയാണ്. വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്, ആംഗുലർ വെലോസിറ്റി ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഈ വെലോസിറ്റി വെക്ടറിന് 90 ഡിഗ്രി ഞാൻ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് കേസിലേക്ക് ആംഗുലർ വെലോസിറ്റി ടുവേർഡ്സ് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. ഇങ്ങനെ തന്നെയാണ് ആംഗുലർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി വെക്ടർ ഇങ്ങോട്ടാണ്, ബി ഇങ്ങോട്ടാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ കോമ്പണന്റ് കൊറിയോളിസ് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? എങ്ങനെയുണ്ടാവും? clockwise 90 degree. ക്ലോക്ക്വൈസ് 90 ഡിഗ്രി നല്ല പറയണ്ടത്. ഈ വെലോസിറ്റി വെക്ടർ താഴേക്കാണെങ്കിൽ ആംഗുലർ വെലോസിറ്റി കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഈ താഴേക്കുള്ള വെലോസിറ്റി വെക്ടർ എന്ത് ചെയ്യണം? 90 ഡിഗ്രി ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. വേണ്ടേ? ഇതെല്ലാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ.
സോ ഇവിടെ ഉണ്ടാകുന്ന കൊറിയോളിസ് കോമ്പൗണ്ട് ഓഫ് ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലെ? വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്, ഇതിന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ വി ഞാൻ ഇവിടെ കാണിച്ചെന്നുള്ളൂ. ഈ വി വേണമെങ്കിൽ എനിക്ക് ഇവിടെ കാണിക്കാം. അത് ഞാൻ ജസ്റ്റ് സിംബോളിക്കായിട്ട് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്, അതിനെ 90 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. എങ്ങനെയാണോ വെലോസിറ്റി വെക്ടർ ഏത് പോയിന്റിലാണോ ആക്സിലറേഷൻ ഉണ്ടാവുക ആ പോയിന്റിൽ നിന്ന് ആ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രി. മനസ്സിലായോ? ഇത് നോട്ട് ചെയ്യും. ആ കൺസെപ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതി വെക്ക്. ഞാൻ എങ്ങനെയാണ് ഈ ഡയറക്ഷൻ കണ്ടുപിടിച്ചെന്നുള്ളത്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ആംഗുലാർ വെലോസിറ്റി ഓഫ് ലിങ്ക് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലേക്ക് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി വെക്ടർ ആയിരിക്കണം Coriolis component of acceleration. The direction of Coriolis component will be always perpendicular to the linear velocity vector and in the same direction as the angular velocity direction. The direction of Coriolis component of acceleration vector should be always perpendicular to the linear velocity vector of the slider, falling in the same direction of the angular velocity of the link. മനസ്സിലായോ? Yes, sir. ഇത് നോട്ട് ചെയ്തോ? ചെയ്തോണ്ടിരിക്കല്ലോ സാർ, ഒരു മിനിറ്റ്. ഇത് നോട്ട് ചെയ്താ? സെയിം കേസ്, ലിങ്ക് ഉണ്ട്, ലിങ്കിന്റെ വരെ സ്ലൈഡർ ഉണ്ട്. ദി ആംഗുലർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഇൻ ദിസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ആൻഡ് ഈ സ്ലൈഡറിന്റെ ലീനിയർ വെലോസിറ്റി അപ്വേർഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ കൊറിയോളിസ് കോമ്പൗണ്ട് ഓഫ് ആക്സിലറേഷൻ ഏത് ഡയറക്ഷൻ ഉണ്ടാവും? Velocity clockwise 90 degree. വെരി ഗുഡ്. വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്, അപ്വേർഡ്സ് ആണ്, ബട്ട് ആംഗുലർ വെലോസിറ്റി ഇങ്ങോട്ടാണ്. സോ അപ്വേർഡ്സ് ആയിട്ട് വെലോസിറ്റി വെക്ടറിനെ ഞാൻ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. സോ കൊറിയോളിസ് കോമ്പൗണ്ട് വെക്ടർ ഇങ്ങനെ. ഇതാണ് വെലോസിറ്റി വെക്ടർ. വെലോസിറ്റി വെക്ടർ ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് 90 ഡിഗ്രി തിരിച്ചു വെച്ചു. ഇത് ക്ലോക്ക് വൈസ് ആംഗുലർ വെലോസിറ്റി ഉണ്ട്. നൗ ലീനിയർ വെലോസിറ്റി വെക്ടർ താഴെ കാണിക്കുന്നു, സ്ലൈഡർ താഴെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ വെക്ടർ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? നേരെ ഓപ്പോസിറ്റ്. ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്. കാരണം ഇത് താഴേക്കാണ്, പക്ഷെ ഇത് ക്ലോക്ക് വൈസ് ആണ്. സോ 90 ഡിഗ്രി ഇതിന്റെ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്. ഈ പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റ് ഇങ്ങോട്ടേക്കാണ് ഇവിടെ
കൊറിയോളിസ് കോമ്പൊണന്റ് ഉണ്ടാവും. ക്ലിയർ? ഇതും കൂടി നോട്ട് ചെയ്താൽ ഏത് കണ്ടീഷനിൽ ക്വസ്റ്റ്യൻ വരാം. സ്ലൈഡർ ഉണ്ടാകുന്ന ലിങ്കിന്റെ റൊട്ടേഷൻ ഏത് ഡയറക്ഷൻ വരാം? ക്ലോക്ക് വൈസ് വരാം, ആന്റി ക്ലോക്ക് വൈസ് വരാം. ഇത്ര ശ്രദ്ധിക്കണ്ടു. ദ ഡയറക്ഷൻ ഓഫ് കൊറിയോളിസ് കോണ്ടർ ഓഫ് ആക്സിലറേഷൻ വിൽ ബി ഓൾവേസ് വാട്ട്? രണ്ട് സിനാരിയോ ആയിരിക്കും. ദ ഡയറക്ഷൻ വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ linear velocity vector of the slider and will always fall in the same direction as that of the angular velocity of the rotating link. Rotating link angular velocity direction important ആണ്, സ്ലൈഡർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും കൂടിയാണ് ഡിസൈഡ് ചെയ്യുന്നത് കൊറിയോളിസ് കോമ്പൊണന്റ് ഓഫ് ആക്സിലറേഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം. Clear? വായിക്കട്ടെ? Yes, sir. സോ ഇതാണ് കൺസെപ്റ്റ് ഓഫ് കൊറിയോളിസ് കോമ്പൊണന്റ് ഓഫ് ആക്സിലറേഷൻ. ക്ലിയർ ആണോ കൺസെപ്റ്റ്? ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. Yes, sir. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു ലിങ്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ ഈ ഫിക്സഡ് പോയിന്റ് ഞാൻ O ആയിട്ട് കൊടുക്കും. ഇതേ ലിങ്കിന്റെ മേലാണ് ഇവിടെ ഒരു സ്ലൈഡർ കൂടി ഇടുന്നത്. സ്ലൈഡർ on the fixed on the rotating link. ഇതില് നമ്പർ ഓഫ് ലിങ്ക്സ് മാർക്ക് ചെയ്താൽ this ലിങ്ക് നമ്പർ 1, റൊട്ടേറ്റിംഗ് ലിങ്കിന്റെ ലിങ്ക് നമ്പർ 2 ആൻഡ് സ്ലൈഡറിന്റെ ലിങ്ക് നമ്പർ 3. ഓക്കെ, ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈ അഡീഷണൽ ടു ദാറ്റ് ഞാൻ ഈ റൊട്ടേറ്റിംഗ് ലിങ്കിന്റെ മേലെ ഒരു പോയിന്റ് എ മാർക്ക് ചെയ്യുന്നുണ്ട്. സോറി, സ്ലൈഡറിന്റെ മേലെ ഒരു പോയിന്റ് എ മാർക്ക് ചെയ്യുന്നുണ്ട്. Now, distance of this point A from the fixed point O is 400 mm ആണ് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ now
this angle will be 30 degree. ഈ angle 30 degree ആണ്. ഈ rotating link, ഈ link number 3 is having an angular velocity. ഇത് rotate ചെയ്യുന്നുണ്ട്. ഇതിന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു angular velocity ഒമേഗ is nothing but 50 radians per second. അതേസമയം ഈ സ്ലൈഡ് ചെയ്യുന്ന ലിങ്ക് ഉണ്ടല്ലോ, ആ സ്ലൈഡ് ചെയ്യുന്ന ലിങ്കിന് ഒരു ലീനിയർ വെലോസിറ്റി ഉണ്ട്. ഈ സ്ലൈഡർ ഹാസ് എ ലീനിയർ വെലോസിറ്റി v is equal to 20 meter per second. ഈ v എന്താ ചെയ്യുന്നത്? ഇതിന്റെ മേലെ കൂടെ സ്ലൈഡ് ചെയ്തിട്ട് ആ വിക്ക് ഒരു ലീനിയർ വെലോസിറ്റി ഉണ്ട് 20 meter per second. റൊട്ടേറ്റിംഗ് ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് 50 radians per second. ഈ പോയിന്റിൽ നിന്ന് സ്ലൈഡറിന്റെ മേലെ ഒരു പോയിന്റ് എ ഫിക്സ് ചെയ്തിട്ട് ഞാൻ അത് ഡിസ്റ്റൻസ് 400 mm എന്ന് കാണിച്ചു. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ആക്സിലറേഷൻ ഓഫ് പോയിന്റ്. 2019 യൂണിവേഴ്സിറ്റിക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നിങ്ങൾ ചെയ്യും? കാൽക്കുലേറ്റ്. റഫായിട്ട് ഇത് വരച്ചോ, പെട്ടെന്ന് റഫായിട്ട് വരച്ചോ, ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചോ. ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് പറ. ഫിഫ്റ്റി റേഡിയൻസ് പെർ സെക്കൻഡ് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ആണ്. അത് വേരി ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് ആ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. ഈ സ്മോൾ d എന്ന് പറഞ്ഞാൽ സ്ലൈഡറിന്റെ ലീനിയർ വെലോസിറ്റി ആണ്. ആറ് മാർക്കിന് ക്വസ്റ്റൻ ആയിരുന്നത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് ക്വസ്റ്റ്യന്റെ 2 പാർട്ടിൽ ഒരു പാർട്ടായിരുന്നത്. 6 മാർക്കോ 5 മാർക്കോ ആണ്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ആക്സിലറേഷൻ ഓഫ് E. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. വരച്ചോ, ഇത് നോട്ട് ചെയ്തോ റഫായിട്ട്? ഓക്കെ. അക്ഷയ് കൃഷ്ണ ഉണ്ട്, അക്ഷയ് കൃഷ്ണ. ഓക്കെ, അക്ഷയ് കൃഷ്ണ എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗുലർ വെലോസിറ്റി. ഓ എന്റെ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. അമർനാഥ് ഉണ്ടോ? വെലോസിറ്റി തന്നിട്ടുണ്ട്. ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എന്തിന്റെ? അത് ഓ എന്റെ അല്ല, വെലോസിറ്റി സ്ലൈഡറിന്റെ ആണ്. തെറ്റ്. അമർനാഥ് ഉണ്ട്, അമർനാഥ്. അമർനാഥ് ഉണ്ടോ? അമർനാഥ് ഞാൻ ആബ്സെന്റ് ഇടുവേ. തീറ്റ ആബ്സെന്റ് ആണല്ലോ അമർനാഥ്. എനിക്ക് ഒരിക്കലും ഒച്ചയില്ലേ? അമർനാഥ് പ്രസന്റ് ആണോ? ഇല്ല. എടാ ഓനെവിടെയാ പോയി? ഓ ഒരു ക്ലാസ്സിലും ഇല്ലല്ലോ.
ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യണ്ടേ ഇവന്? സ്വന്തമായിട്ട് പാസ്സാവൂലേ? നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരുടെ കാര്യവും നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ അങ്ങനത്തെ കാര്യത്തിൽ വളരെ യൂണിറ്റി കാണിക്കണം. എന്തുകൊണ്ട് ക്ലാസ്സിന് വരുന്നില്ല? ക്ലാസ് തരാത്തതുകൊണ്ട് വരാൻ പറ. ഇതിന് ക്ലാസ് കേൾക്കണ്ടേ? അല്ലാണ്ട് എങ്ങനെ പഠിക്കുക? ഋത്വിക് ഉണ്ട്, ഋത്വിക്. ഋത്വിക് പറ, ആൻസർ പറ. എങ്ങനെയാണ് പഠിക്കുക? 2v omega അല്ല. 2v omega അല്ല, തെറ്റ്. റനീഷ് ഉണ്ട്, റനീഷ്. എങ്ങനെയാണ് പഠിക്കുക ആക്സിലറേഷൻ? വൈശാഖ് സി ഉണ്ടോ? വൈശാഖ് സി. ആൻസർ എങ്ങനെ പഠിക്കും? അരുൺ രാജ് ഉണ്ട്, അരുൺ രാജ്. അരുൺ രാജ് മെസ്സേജ് അയച്ചോ? എങ്ങനെയാണ് പഠിക്കുക? യദുകൃഷ്ണൻ ഏതാ? കേൾക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞ തെറ്റ്. ശരി, ആരെങ്കിലും ആൻസർ പറഞ്ഞോട്ടെ, ആരെങ്കിലും പറഞ്ഞോട്ടെ. സാർ ആ, ആരാ പേര് പറ, ആരാ പറയുന്നത്? ശ്രീനാഥ്. ആ, ശ്രീനാഥ് പറഞ്ഞോ. സാർ ഇതിന് റേഡിയൽ കമ്പോണന്റ് ഉണ്ടാവും, പിന്നെ ഓക്കെ, മറ്റേ ACC AO ഉണ്ടാവും. വെരി ഗുഡ്. ഇതാണ് ആൻസർ, ഇതാണ് ആൻസർ. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ്, നമ്മൾ ആലോചിക്കുക, നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ വെറുതെ ടെക്സ്റ്റ് വായിക്കുന്നോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, മെക്കാനിക്സ് ഓഫ് മെഷീനറി ടോട്ടലി ഇൻവോൾവ് വിത്ത് കൺസെപ്റ്റ്സ് ആണ്. കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളിപ്പോ കുറെ ആൾക്കാർ 2v omega പറഞ്ഞു, അത് ആൻസർ തെറ്റാണ്, പക്ഷെങ്കിൽ അത് ഇതിന്റെ ഒരു പാർട്ടാണ്. 2v omega എന്ന് എഴുതി വെച്ചാൽ തെറ്റാണ്. വേറൊരാള് v²/ ഇത് പറഞ്ഞു, അത് ശരിയാണ്, പക്ഷെങ്കിൽ അതെന്താണ്? അത് ആക്സിലറേഷന്റെ ഒരു കോമ്പണന്റ് മാത്രമാണ്. ഇപ്പൊ ശ്രീനാഥ് പറഞ്ഞതാണ് കറക്റ്റ് ആൻസർ. 2 കോമ്പണന്റ് ഉണ്ട് ഇതില്. ഞാൻ ചോദിച്ചത് ആക്സിലറേഷൻ ഓഫ് എ ആണ്. ആക്സിലറേഷൻ ചോദിക്കുമ്പോൾ 2-3 ക്ലാസ്സായി നമ്മൾ ടോട്ടലി ആക്സിലറേഷൻ തന്നെ ഡിസ്കസ് ചെയ്യും. ആക്സിലറേഷൻ എപ്പോഴും 2 കോമ്പണന്റ് നമ്മൾ ഇന്നലെ വരെ പഠിച്ചു, ഇന്നത്തെ കൂടി ആകുമ്പോൾ 3 ആയി. മൂന്നാമത്തെ കോമ്പണന്റ് കൊറിയോളിസ് കോമ്പണന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്താ? I am talking about a rotating link over which a slider is sliding. So ഇവിടെ ഡെഫിനറ്റ്ലി കൊറിയോളിസ് കോമ്പണന്റ് ഉണ്ട്. അപ്പൊ എന്താ, നമ്മൾ 3 കോമ്പണന്റിനെ പറ്റി ചിന്തിക്കണം: റേഡിയൽ, ടാൻജൻഷ്യൽ, കൊറിയോളിസ്. ഇനി ആംഗുലാർ വെലോസിറ്റി 50 റേഡിയൻസ് പെർ സെക്കൻഡ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് 50. എത്ര റൊട്ടേറ്റ് ചെയ്താലും 50 തന്നെയാണ്. അങ്ങനെ കോൺസ്റ്റന്റ് വാല്യൂല് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന് എന്തുണ്ടാവില്ല? ടാൻജൻഷ്യൽ കോമ്പണന്റ് ഉണ്ടാവില്ല. Hence, the total acceleration is reduced to what? Combination of only 2 components now. One is radial component of acceleration, another one is Coriolis component of acceleration. ഇനി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യം ചിന്തിക്കുക. എത്ര സിമ്പിൾ ആണെന്ന് നോക്ക്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ 1/4 ഭാഗം മതി, 6 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. അത്രേ ഉള്ളൂ, ഇത്ര ചെറിയ പ്രോബ്ലം, 2 സ്റ്റെപ്പിൽ ആൻസർ എഴുതിയ പ്രോബ്ലം. കാരണം ഈ എ എത്രയാണ്? ഞാൻ ഈ വാല്യൂ വായിക്കുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താ? 2 കോമ്പണന്റിന്റെ വെക്ടർ സമ്മാണ്, അല്ലെ? റിസൾട്ടന്റ് ആണ് ARA പ്ലസ് ACC. ARA എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെ AR VAO square by AC. VAO square divided by AO ആണ്. ഒരു മിനിറ്റ്, റെക്കോർഡിംഗ് നിന്ന് തോന്നുന്നു. VAO square by AO. Now VAO square, നമുക്ക് വെലോസിറ്റി ഓഫ് AO അറിയില്ല.
ഈ വെലോസിറ്റി ഓഫ് എ നിങ്ങൾ ഒരിക്കലും ലീനിയർ വെലോസിറ്റി 20 ആണെന്ന് വിചാരിക്കരുത്. കാരണം ആ 20 Sir, omega സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന്റെ വെലോസിറ്റിയാണ് 20. ഇതല്ല ഒരിക്കലും വി എ എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്റെ വെലോസിറ്റി അബൌട്ട് O ആണ്. ഇതൊരിക്കലും 20 അല്ല, അത് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് റേഡിയൽ കോമ്പണന്റ് എടുക്കാൻ ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല, ഒരു ഇക്വേഷൻ കൂടി ഞാൻ omega a square into a ഡിവൈഡഡ് ബൈ അല്ല ഒമേഗ എ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ എ into അല്ലെ. അത് ശരി. വി എ എന്ന് പറഞ്ഞാൽ എന്താ? വി എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഒമേഗ എയോ മൾട്ടിപ്ലൈഡ് ബൈ എയോ തന്നെയല്ല, അതിന്റെ ടോട്ടൽ സ്ക്വയർ ആണ്. സോ എയോ സ്ക്വയർ വരും. ഒരു എയോ ക്യാൻസൽ ആവും. റിമൈനിങ് ഇതാണ് ഒമേഗ എയോ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ എയോ അല്ലേ? അല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര പറ? അതിന്റെ വാല്യൂ എത്രയാണ്? 20 radian per second. Meter second square. ഒമേഗ എയോ എത്രയാണ്? 50 അല്ലേ? 50 സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 400 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. 1000 meter per second. 1000. വെരി ഗുഡ്. 1000. ബോർഡ് കാണുന്നുണ്ടോ? Yes, sir. ഒരു സെക്കൻഡ്. ഓക്കെ, എത്ര 1000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടിയ? ഇല്ല, കേൾക്കുന്നുണ്ടോ? 1000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ഗുഡ്. നോ, അടുത്ത കോമ്പണന്റ് കൊറിയോളിസ് കോമ്പണന്റ് എങ്ങനെയാണ് എടുക്കുക? ACC equal to 2 into V omega. 2 into V into omega. 2 into V എത്രയാണ്? വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. ഒമേഗ എത്ര? 50. ആൻസർ എത്രയാണ്? 2000 meter per second. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഗുഡ്. ഇതിന്റെ വാല്യൂ 2000 മീറ്റർ പെർ 3000 അല്ലേ? സോ ഫൈനൽ ആൻസർ എത്രയാണ്? ടോട്ടൽ 3000 meter per second square. വീണ്ടും തെറ്റി. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങള് തീരെ കോമൺ സെൻസ് യൂസ് ചെയ്യുന്നില്ല. കുട്ടികളെ, നിങ്ങള് 6th 5th സെമിസ്റ്ററിലെ സ്റ്റുഡൻസ് ആണെന്ന് ആലോചിക്കണം. നിങ്ങൾ 12ാം ക്ലാസ് 10ാം ക്ലാസ്സിലെ പിള്ളേരല്ല. ഇതെന്താണ്? വെറും 2 സമ്മല്ല. ഇത് വെക്ടർ സം എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് അല്ലേ? വെക്ടോറിയൽ സം എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് 2 വെക്ടറിന്റെ വാല്യൂ ആഡ് ചെയ്യലാണോ? വെക്ടർ സം എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് അല്ലേ? അല്ലേ? Yes, sir. അപ്പൊ ആക്സിലറേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടന്റ് ഓഫ് ബോത്ത് അല്ലേ? വെക്ടർ സം എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് അല്ലേ? A സ്ക്വയർ പ്ലസ് ACCA സ്ക്വയർ. ഇതല്ലേ റിസൾട്ടന്റ്? ആണോ ഇല്ലയോ? അതെ. ഇതിന്റെ കാര്യമല്ലോ. ഇത് 2 കാര്യം 3000 എഴുതി വെച്ചാണ് പിന്നെ തെറ്റിടും കേട്ടാ. തെറ്റിടുന്ന മാത്രമല്ല, ഈ വാല്യൂ ചെയ്യുന്ന ആളൊന്ന് ആലോചിക്കുക. ഇത്രയും ചെയ്യാൻ ഇവനറിയാം, പക്ഷെ വെക്ടറിന്റെ സമ്മ കണ്ടുപിടിക്കാൻ അറിയില്ല. അതിനെ നിങ്ങളെ പറ്റി മനസ്സിലാക്കുക. വെക്ടോറിയൽ സമ്മ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് അല്ലേ? സോ ഞാൻ വെറുതെ 1000 2000 ആഡ് ചെയ്ത് 3000 എഴുതി വെച്ചാൽ തെറ്റാണ്.
വെക്ടർ സം എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്താണ്? സ്ക്വയർ ഓഫ് വൺ വെക്ടർ പ്ലസ് സ്ക്വയർ ഓഫ് അനദർ വെക്ടർ അല്ലേ? ഇതിന്റെ റിസൾട്ട് വാല്യൂ എത്രയാണ്? ഞാൻ പറ 1000 സ്ക്വയർ പ്ലസ് 2000 സ്ക്വയർ അതിന്റെ സ്ക്വയർ റൂട്ട് പെട്ടെന്ന് പറ. 2236. വെരി ഗുഡ്. 2236 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റ് വർക്ക്. അതിന് കുഴപ്പമില്ല. ഇതാണ് ആൻസർ അല്ലേ? സോ നിങ്ങളൊരു പേജിൽ എഴുതാൻ തുടങ്ങി ആലോചിക്കുക. ഒരു സെന്റൻസിൽ AR, രണ്ടാം സെന്റൻസിൽ A, മൂന്നാം സെന്റൻസിൽ 3 സെന്റൻസ് കൊണ്ട് ഈ പ്രോബ്ലം ചെയ്യും. 6 മാർക്ക് കിട്ടുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ എത്ര പ്രാവശ്യം തെറ്റിച്ചെന്ന് ആലോചിക്കാം. തെറ്റിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തീരെ കെയർലെസ് ആയതുകൊണ്ട് മാത്രം. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല അല്ലേ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഈ ആൻസർ കിട്ടി. ആൻസറിന്റെ കൂടെ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഡയറക്ഷനും കൂടി ഒന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കാം. എങ്ങനെ ഈ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ഡയറക്ഷൻ വരിക? ഡയറക്ഷൻ വരട്ടെങ്കിൽ നമുക്ക് വെക്ടർ അല്ല വരട്ടെ. ഞാൻ വെക്ടറിന് ആദ്യം ഒരു പോൾ വരച്ചു. ഈ പോൾ O' ആയിട്ട് കൊടുത്തു. ഇനി ഇതിന് റേഡിയൽ കോമ്പണന്റ് കൊറിയോളിസ് കോമ്പണന്റ് മാത്രമേ ഉണ്ടാവൂ. റേഡിയൽ കോമ്പണന്റ് എങ്ങനെ ഉണ്ടാവുക? ലിങ്ക് ഇങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന്റെ റേഡിയൽ കോമ്പണന്റ് ഇൻവേഴ്സിൽ എങ്ങനെ ഉണ്ടാവും? ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ് അല്ലെ? ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിന്റെ വെലോസിറ്റി വെക്ടർ എങ്ങനെ ഉണ്ടാവും? ഈ പോയിന്റ് ഇങ്ങനെ ഉണ്ടാവും. VAO ഇങ്ങനെ ഉണ്ടാവും. വെലോസിറ്റി ഓഫ് A അബൌട്ട്. സോ വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണെങ്കിൽ റേഡിയൽ കോമ്പണന്റ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി വെക്ടർ ആണ്. ആ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എങ്ങനെ ഇങ്ങോട്ടാണ്? ഇൻവേഴ്സ് ആണ് ഉണ്ടാവുക അല്ലേ? അല്ലേ? Yes, sir. ഓക്കെ, സോ ഈ റേഡിയൽ കോമ്പണന്റിന്റെ വാല്യൂ നമുക്ക് 1000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും അല്ലേ? 1000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഞാൻ 5 സെന്റിമീറ്റർ ലൈനായിട്ട് വെക്കുന്നതായിരിക്കും. ഞാൻ ഈ ലിങ്കിന് പാരലായിട്ട് ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ വെക്കൂലേ? ഇത് റെപ്രസെന്റ് ചെയ്ത് എന്തിനാണ്? X എന്നുള്ള പോയിന്റ് കൊടുക്കുന്നത്. നമുക്ക് വേറെ പോയിന്റ് ഒന്നുമില്ല. റേഡിയൽ കോമ്പണന്റ് ഇങ്ങനെയാണ് അല്ലേ? കൊറിയോളിസ് കോമ്പണന്റ് എങ്ങനെയായിരിക്കും? കൊറിയോളിസ് കോമ്പണന്റ് എപ്പോഴും എങ്ങനെയാണ്? സ്ലൈഡറിന്റെ ലീനിയർ വെലോസിറ്റി വിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. സ്ലൈഡറിന്റെ ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അല്ലേ? ഇതല്ലേ? അതല്ലാണോ സ്ലൈഡറിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ? ഇതല്ലേ? V എന്ന് പറയുന്ന സാധനത്തിന്റെ ഡയറക്ഷൻ ഇതല്ലേ? പാരലൽ ടു ദ ലിങ്ക് അല്ലേ? സ്ലൈഡർ ഇങ്ങോട്ടല്ലേ പോകും. ഇതിന്റെ ഡയറക്ഷൻ ഈ വിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം കൊറിയോളിസ് കോമ്പണന്റ് വെക്ടർ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മേലോട്ടോ താഴോട്ടോ ഈ പോയിന്റ് ഇങ്ങോട്ടോ ആയിരിക്കണം. അത് എങ്ങോട്ട് പോകണം? അതെന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? ആംഗുലാർ വെലോസിറ്റി അല്ലെ? ആംഗുലാർ വെലോസിറ്റി കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ദാറ്റ് മീൻസ് ഈ വെക്ടർ ഇങ്ങനെയാണെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഇതിന് പെർപെൻഡിക്കുലർ ഇങ്ങനെ ആയിരിക്കണം വീഴുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി കൊറിയോളിസ് കോമ്പണന്റ് ആക്സിലറേഷൻ എത്രയായിരിക്കും? ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇങ്ങനെ എത്ര ഡിസ്റ്റൻസ് വരയ്ക്കും? ഞാൻ 1000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ഞാൻ 5 സെന്റിമീറ്റർ ആണ്. സോ കൊറിയോളിസ് കോമ്പണന്റ് 2000 ആണ്. എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 10 സെന്റിമീറ്റർ അല്ലേ? 10 പെർപെൻഡിക്കുലർ ചെയ്ത് 10 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കണം. ഇതൊരു പോയിന്റ് വഴി കിട്ടി. ഈ ലൈൻ സെഗ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് കൊറിയോളിസ് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ആയിരിക്കും അല്ലേ? ACCA ഇതിനാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? ഇതും കൂടി ജോയിൻ ചെയ്താൽ പോരെ? ഇത് ഇങ്ങോട്ടും ഈ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ആണെങ്കിൽ എന്റെ റിസൾട്ടന്റ് ഇവിടെ ഇങ്ങോട്ടേക്കായിരിക്കും. സോ നിങ്ങൾ വെക്ടർ യൂസ് ചെയ്ത് ഗ്രാഫിക്കലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് എടുക്കണ്ട. ഇങ്ങനെ ഫിഗർ വെച്ചിട്ട് ഈ വെക്ടർ O'(y) എത്രയാന്നുള്ളത് ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ മതി. മെഷർ ചെയ്തിട്ട് ഈ സ്കെയിലിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പോരെ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഞാനിത് സിംപ്ലി ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ ഇത് എങ്ങനെയാ വന്നേന്നുള്ളത്?
ആ സാർ. പ്യുവർ അനലിറ്റിക്കൽ മെത്തേഡിൽ ചെയ്താലും ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്താലും ആൻസർ നമുക്ക് ഒന്നാണ് കിട്ടുന്നത്, കൺസെപ്റ്റ് ഒന്നാണ്. So, ഇന്നത്തെ കൊറോണ നമുക്ക് ഈ ടോപ്പിക്